ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന്റെ പല നടപടികളും ലോകം ചർച്ച ചെയ്യുകയാണ്. അതിൽ പല കാര്യങ്ങളും പ്രധാനമായും ഊന്നൽ നൽകുന്നത് ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പാരമ്പര്യം പതുക്കെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കുക എന്നതിലാണെന്നാണ് ശ്രദ്ധേയം. മുജീബുർ റഹ്മാന്റെ ഔദ്യോഗിക വസതിയുടെ പേര് മാറ്റുക, പ്രതിമ നശിപ്പിക്കുക, ഛായാചിത്രങ്ങൾ നീക്കം ചെയ്യുക, മുഖം കറൻസി നോട്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുക, അങ്ങനെ അനവധി പ്രതികാര നടപടികൾ. ഇത് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനെ തുടർന്ന് ഇടക്കാല സർക്കാർ ബംഗ്ലാദേശിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് മുതൽ തുടരുന്നുണ്ട്. ഏറ്റവും പുതിയതായി ഇപ്പോൾ സ്കൂൾ പാഠപുസ്തകങ്ങളിലൂടെ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിയെഴുതാൻ ഒരുങ്ങുന്ന ഇടക്കാല സർക്കാരിന്റെ നടപടികളാണ് ചർച്ചയാകുന്നത്. പ്രൈമറി, സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളിലാണ് ചരിത്രത്തെ മാറ്റി എഴുതാൻ നടപടി ഉണ്ടാകുന്നത്. അതിലേറ്റവും പ്രധാനം 1971 രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് മുജീബുർ റഹ്മാൻ അല്ല എന്ന നിലയിൽ തിരുത്തി പഠിപ്പിക്കാൻ പോവുകയാണ് എന്നുള്ളതാണ്. മുജീബുർ റഹ്മാന് പകരം പ്രഖ്യാപനത്തിന്റെ ക്രെഡിറ്റ് മുഹമ്മദ് യൂനുസ് കൊടുക്കാൻ പോകുന്നത് സിയാവുർ റഹ്മാനാണ്. ഇതിനായി പാഠപുസ്തകങ്ങളിൽ നിന്ന് മുജീബുർ റഹ്മാന്റെ രാഷ്ട്രപിതാവ് എന്ന പദവി നീക്കം ചെയ്തു കഴിഞ്ഞു. ഡെയിലി സ്റ്റാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് 1971 മാർച്ച് 26 സിയാവുർ റഹ്മാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതായി 2025 അധ്യയന വർഷത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ പറയുമെന്നാണ്. നാഷണൽ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്ക് ബോർഡ് ചെയർമാൻ പ്രൊഫസർ AKM റിയാസുൽ ഹസൻ ദിനപത്രത്തോട് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പാഠപുസ്തകങ്ങളിലെ പാഠഭാഗങ്ങൾ എന്തിനാണ് പരിഷ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അതിശയോക്തിപരവും അടിച്ചേൽക്കപ്പെട്ടതുമായ ചരിത്രത്തിൽ നിന്ന് പാഠപുസ്തകങ്ങളെ മോചിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നായിരുന്നു മറുപടി. ബംഗ്ലാദേശിലെ പാഠപുസ്തകങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്തുന്നത് ഇതാദ്യമായല്ല എന്നതും ശ്രദ്ധേയമാണ്. വാസ്തവത്തിൽ ചരിത്രം പലപ്പോഴും പാഠപുസ്തകങ്ങളിൽ തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. ബംഗ്ലാദേശിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച വ്യക്തികൾ നിരവധി തവണ മാറ്റപ്പെട്ടിട്ടുണ്ട്. 1996 2001 ഇടയിൽ അവാമി ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ സിയാവുർ റഹ്മാൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയായി മാറ്റി. മറുവശത്ത് 2001-2006 കാലഘട്ടത്തിൽ BNP അധികാരത്തിലിരുന്നപ്പോൾ വീണ്ടും അതിൽ മാറ്റം വരുത്തി. അതേസമയം 1971 സ്വാതന്ത്ര്യ പ്രഖ്യാപനം യഥാർത്ഥത്തിൽ ആരാണ് നടത്തിയത് എന്നതിനെക്കുറിച്ച് ഇരുപക്ഷവും തർക്കം തുടരുമ്പോൾ ചരിത്രം എന്താണ് പറയുന്നത്? ചരിത്രപരമായി 1971 മാർച്ച് 27 പ്രഖ്യാപനം നടത്തിയത് സിയാവുർ അല്ല, മുജീബുർ റഹ്മാനാണ് എന്നതിന് ധാരാളം തെളിവുകളുണ്ട്. 1971 മാർച്ച് 26 വൈറ്റ് ഹൗസിന് US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇത് വ്യക്തവുമാണ്. 1971 മാർച്ച് 27 ബംഗബന്ധു പ്രഖ്യാപനം നടത്തിയതായി ലോകമെമ്പാടുമുള്ള പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തു. കിഴക്കൻ പാകിസ്ഥാന്റെ ദേശീയ നേതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ തന്റെ പ്രദേശം സ്വതന്ത്രമായി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകം അറസ്റ്റ് ചെയ്യപ്പെട്ടുവെന്ന് AP റിപ്പോർട്ട് ചെയ്തു. ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അനുയായികളും സിയാവുർ റഹ്മാന്റെ അനുയായികളും തമ്മിൽ ഇക്കാര്യത്തിൽ വലിയ പോരും ഉടലെടുത്തിട്ടുണ്ട്. മുജീബുർ റഹ്മാൻ തന്നെയാണ് പ്രഖ്യാപനം നടത്തിയതെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ അവകാശപ്പെടുന്നു. അതേസമയം നിലവിലെ BNP മേധാവി ഖാലിദ സിയുടെ ഭർത്താവായ സിയാവുർ റഹ്മാന്റെ അനുയായികൾ അദ്ദേഹമാണെന്നും വിശ്വസിക്കുന്നു.